ശ്രീ പി കെ ഗോപൻ, ഈ കടകംപള്ളിക്ക് നേരത്തെ പറയായിരുന്നു അടുപ്പത്തെപ്പറ്റി അന്ന് തന്നെ ചോദ്യങ്ങൾ ഉണ്ടായപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് ചോദ്യം ചെയ്യലുണ്ടായി, SITയോട് ചോദ്യം ചെയ്യൽ, അന്നും പറഞ്ഞില്ല. പലയാവർത്തി പലപ്പോഴായി ചോദ്യങ്ങളുണ്ടായി, അപ്പോഴൊന്നും പറയാതെ പോറ്റിയുടെ മൊഴി പുറത്തു വരുമ്പോൾ മറ്റു വഴികളില്ലാതെ മാത്രം മാധ്യമങ്ങളെ വിളിച്ച് പറയുമ്പോഴാണ് ആ പോറ്റി കടകംപള്ളി ബന്ധത്തിലെ ദുരൂഹത സംശയിക്കപ്പെടുന്നത്. ശ്രീ പി കെ ഗോപൻ, ഇതിൽ കോൺഗ്രസ് പ്രതിനിധി നടത്തിയ തകിടമറിച്ചിലുകൾ അങ്ങയുടെ പഴയ ക്ലിപ്പിങ്സ് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെയൊന്നും ആരും നോക്കത്തില്ലെന്നാണ് ഇദ്ദേഹമൊക്കെ ധരിച്ചു വെച്ചേക്കുന്നത്. കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി ഇരിക്കുന്ന ഒരു ചിത്രം അവർ ആദ്യം പുറത്തു വിട്ടിട്ട് ആ ചിത്രത്തിൻ്റെ മേലായിരുന്നു കടകംപള്ളിക്കെതിരെ വി ഡി സതീശന് ആക്ഷേപം ഉന്നയിച്ചത്. മാത്രമല്ല, കടകംപള്ളിക്കെതിരെ വി ഡി സതീശന് ആക്ഷേപം ഉന്നയിച്ചിട്ട് കടകംപള്ളി മാനനഷ്ട കേസ് കൊടുത്തു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഏക മാനനഷ്ട കേസ് കടകംപള്ളിയുടേതാണ്. ആ മാനനഷ്ട കേസിൽ പ്രതിപക്ഷ നേതാവ് ഇതുവരെ തെളിവ് കൊടുത്തിട്ടില്ല. പലതവണ അദ്ദേഹത്തെ വിളിച്ചിട്ടും തെളിവ് കൊടുത്തിട്ടില്ല. കടകംപള്ളി സുരേന്ദ്രൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് പരിചയമുണ്ടെന്ന്. ആ പരിചയത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ദിവസങ്ങൾക്ക് മുമ്പ് ഇവർക്ക് കൊടുത്ത മൊഴിയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. കടകംപള്ളിയെ മൊഴിയെടുക്കാൻ വിളിക്കുന്നത് ദിവസങ്ങൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പാണ്. അദ്ദേഹം ആ സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയി ഇന്ന കാര്യത്തിന് വേണ്ടി പോയിട്ടുണ്ട്. കൃത്യമായ ചടങ്ങ് എനിക്ക് ഓർമ്മയില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് അയൽവാസി സ്ഥിരീകരിച്ചു. കടകംപള്ളി ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞു, അയൽവാസി 2 പ്രാവശ്യം എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ പോക്ക് പ്രധാനമല്ലെന്ന് ശ്രീ രാജു പി നായർ പറഞ്ഞത്? ആ അയൽവാസി അങ്ങ് ചോദിച്ചില്ലല്ലോ ഇതുവരെ. അടൂർ പ്രകാശും പോയിട്ടുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എത്ര നിസ്സാരമായിട്ടാണ് പറയുന്നത്. സ്ഥിരമായി അടൂർ പ്രകാശ് ആ വീട്ടിലെ സന്ദർശകനാണെന്നാണ് അയൽവാസി പറഞ്ഞത്. അത് കേവല MLA ആയിട്ടിരിക്കുന്നു. ഇനി അടൂർ പ്രകാശിൻ്റെ മറ്റു കാര്യം കൂടി ചേർത്ത് വായിക്കണം. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടാണ് അടൂർ പ്രകാശ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുമ്പിലെത്തിയത്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് സമ്മാനം കൊടുക്കുന്ന ചിത്രങ്ങൾ നമ്മൾ പുറത്തു വന്നത്. കടകംപള്ളി വളരെ സ്ഥൈര്യത്തോടുകൂടി പറയുന്നു, ഞാൻ അയാളുടെ കയ്യിൽ നിന്നൊരു സമ്മാനവും കൈപ്പറ്റിയിട്ടില്ലെന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാനിപ്പോൾ കരുതുന്നു. അപ്പോൾ എന്താ സംഭവം? ഇനി കടകംപള്ളി 2017 ഇങ്ങനൊരു കേസുണ്ടെന്ന് ആര് സ്വപ്നം കണ്ടു? ഇപ്പോഴല്ലേ നമ്മൾ പറയുന്നത്? 2017 19 കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴല്ലേ? ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന തരത്തിൽ ശബരിമലയിൽ എന്താണ് അദ്ദേഹത്തിന് റോള്? ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് അവിടുത്തെ പടിപൂജയുമായി ബന്ധപ്പെട്ടോ, അവിടുത്തെ നെയ്യഭിഷേകവുമായി ബന്ധപ്പെട്ടോ, അവിടുത്തെ വാജിവാഹനവുമായി ബന്ധപ്പെട്ടോ, അവിടെ ദേവപ്രശ്നവുമായി ബന്ധപ്പെട്ടോ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് നിയമപരമായിട്ട് അധികാരമില്ല. അത് ഏത് ദേവസ്വം വകുപ്പ് മന്ത്രിക്കും അധികാരമില്ല. അങ്ങനെ ഇരിക്കെ അവിടെ ഉണ്ടായ സംഭവവികാസങ്ങളിൽ ദേവസ്വം വകുപ്പ് മന്ത്രി, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടുകഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോടതി അദ്ദേഹത്തെ പങ്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. കോടതി പങ്കുണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞു. ഇതുവരെ കടകംപള്ളി ഇവിടെ ഈ ഏറ്റവും ഒടുവിൽ വന്ന ഉത്തരവിൽ പറയുന്നത്, ഫ്രം ദ റിപ്പോർട്ട് ഇസ് എവിഡന്റ് ദാറ്റ് ദ ക്രൈം നമ്പർ 3700 ദ്വാരപാല ശില്പങ്ങളുടെ ആ കേസാണ്. 11% have been already been arrested out of total 16 accused arraigned in the case. It has been further submitted that the possible involvement of 3 additional persons is under scrutiny based on a careful assessment of witness. എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന മൂന്ന് ആൾക്കാരെ കുറിച്ചുള്ള ഈ പറയുന്ന എന്താണ് ഒരു പ്രസ്താവന കോടതി അതിന് ഉത്തരവിൽ പറയുകയാണ്. അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നു എന്ന് ഞാൻ പറയാൻ കാരണം അതിന് താഴെ പറയുന്നു എന്താണ്, ദ കെയർഫുൾ അസസ്മെന്റ് ഓഫ് വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ്സ്, ഡോക്യുമെന്ററി മെറ്റീരിയൽസ് ആൻഡ് ദെയർ കൊറാബറേറ്റീവ് എവിഡൻസ് കളക്ടഡ് ദസ് ഫാർ എന്ന് പറയുകയാണ്. അതിലൊന്ന് കടകംപള്ളി അല്ല എന്ന് CP കെ ഗോപൻ ഇവിടുന്ന് ഉറപ്പിച്ചു പറയുമോ? ഞാൻ പറയത്തില്ല. അങ്ങനെ നിങ്ങളും പറയാൻ ശ്രമിക്കണ്ട. കാരണം അത് 3 വ്യക്തികൾ എന്ന് കോടതി സൂചിപ്പിച്ചത് ആരൊക്കെയാണെന്ന് പറയട്ടെ. നമ്മൾ എല്ലാ ദിവസവും ഇതന്നെയല്ലേ ഇപ്പോൾ ചർച്ച. അപ്പൊ ഇന്ന് നമുക്ക് തീർപ്പ് കൽപ്പിക്കണ്ടല്ലോ. രാഷ്ട്രീയ നിലപാട് വളരെ നമ്മുടെ മുൻ മന്ത്രിയാണ്. അത് കടകംപള്ളി അല്ല എന്ന് അങ്ങേക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് പറയാൻ പറ്റുക? രാഷ്ട്രീയ നിലപാട് വളരെ അല്ല, അങ്ങനെ പറയാതെന്ന് അങ്ങനെ നമുക്ക് ഇന്ന് വൈകുന്നേരം കൊണ്ട് സ്ഥിരീകരിക്കണ്ട. ഞാൻ പറഞ്ഞത് CPIMന്റെ രാഷ്ട്രീയ നിലപാട് കേരളീയ സമൂഹത്തിന് മുമ്പിലുണ്ട്. ആ രാഷ്ട്രീയ നിലപാട് എന്താ? ഇക്കാര്യത്തിൽ ആരുടെ ഭാഗത്ത് വീഴ്ച പറ്റിയാലും അവരെ അംഗീകരിക്കില്ല, അവരെ തള്ളികളയും, അവർക്കെതിരായ നിലപാട് സ്വീകരിക്കും. ഇതാണല്ലോ CPIMന്റെ നിലപാട്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വൈകുന്നേരം കടകംപള്ളി അതിൽ ഒരു കാരണവശാലും ഉൾപ്പെട്ടിട്ടില്ല, അത്തരം കോടതിയുടെ പരിഗണനയിൽ വരാൻ സാധ്യതയില്ല എന്ന് ഞാൻ എന്തിനാ തീർത്ത് പറയുന്നത്? അങ്ങ് രാഷ്ട്രീയമായി പറയണം. സ്റ്റേറ്റ്മെന്റ് വെച്ച് അല്ലെങ്കിൽ ഇന്നത്തെ അല്ല, കോടതി വിട്, SIT വിട്. അങ്ങ് രാഷ്ട്രീയമായി CPIMന്റെ പ്രതിനിധിയാണ്. CPIMന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവും മുൻ ദേവസ്വം മന്ത്രിയും ഈ ക്ഷേത്രക്കൊള്ളയിൽ ഇല്ല എന്ന് അങ്ങേക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റാത്തത് പേടിപ്പിക്കുന്നതല്ലേ CP കെ ഗോപൻ? അങ്ങ് ഉറപ്പിച്ചു പറയൂ, കടകംപള്ളി ഈ ക്ഷേത്രക്കൊള്ളയിൽ ഇല്ല എന്ന് ആർജവത്തോടൊന്ന് പറയൂ. അല്ല, ഈ ചോദ്യമൊന്നും അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ ഹാഷിം ചോദിച്ചില്ലല്ലോ. ഹാഷ്മി ചോദിച്ചോ ഈ ചോദ്യമൊക്കെ രാജു പി നായരോട്? എന്താ ചോദിക്കാത്തത്?
അടൂർ പ്രകാശ് കാശ്മീരുടെ പ്രതിയാണ്. പിന്നെ ആമുഖ പ്രസംഗത്തിൽ വന്നോ അടൂർ പ്രകാശിനെ കുറിച്ച് എത്ര മൃദുല മനോഭാവമായിട്ടാണ് അത് അങ്ങ് പറഞ്ഞത്? അടൂർ പ്രകാശ് അങ്ങയുടെ പ്രതിയാണ്. ഈ ഘോരഘോരമായ വാക്കുകളുടെ അടൂർ പ്രകാശ് എന്ന സ്ഥിരം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യാളിനെ കുറിച്ച് അങ്ങൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ അടൂർ കാര്യം? പ്രകാശ് പ്രതിയാണോ സാറേ? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഏതെങ്കിലും വലിയ രാഷ്ട്രീയ നേതൃത്വം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഞാൻ പറയട്ടെ സാർ, ആ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പൊളിറ്റിക്കലായിട്ട് ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അത് കോൺഗ്രസുമായിട്ടാണെന്ന് കേരളം തെളിയിച്ച കാര്യമാണ്, കേരളത്തിൽ തെളിഞ്ഞ കാര്യമാണ്. കാരണം ഇവരാരും നേരത്തെ പറഞ്ഞില്ലല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി ഹൈക്കമാൻഡ് കൊണ്ടുപോയ കാര്യം ആന്റോ ആന്റണി അടൂർ പ്രകാശും ഈ സംഭവം ഉയർന്നു എന്ന് പറഞ്ഞായിരുന്നു. അടൂർ പ്രകാശ് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെ സ്ഥിര സന്ദർശകനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞതാ ഉണ്ണികൃഷ്ണൻ പോറ്റി ഡൽഹിയിലേക്ക് പോയപ്പോ എന്നെ വിളിച്ചോണ്ട് പോയെന്നാ. അത് എനിക്ക് മറ്റൊരു അവിടെ കാര്യം. പോകാനുള്ള വകുപ്പൊന്നുമില്ല. ഡോക്ടർ പി കെ പക്ഷേ ഗോപൻ എന്നെ അങ്ങ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചോണ്ട് പോയി. ശരി, നമുക്ക് അത് രാജീവ് ഒരു ഉറപ്പാണ് തവണയല്ല, ചോദിക്കുകയും ചെയ്യാം. പലതവണയായി. ഉറപ്പാണ് അങ്ങ് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്ന പറയുന്നത് നല്ല കാര്യം. സർ, എന്റെ ചോദ്യം അതല്ല. സി പി എമ്മിന് പ്രതി അങ്ങ് അങ്ങേക്ക് പറയട്ടെ. സി പി എമ്മിന്റെ ഞങ്ങൾ പ്രധാനപ്പെട്ട ഒരു നേതാവ് മുൻ ഞങ്ങൾ ദേവസ്വം മന്ത്രി ഈ പറയുന്നത് ക്ഷേത്രക്കൊള്ളയിൽ പങ്കുകാരനല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയാത്തത് ഭയപ്പെടുത്തുന്നതല്ലേ സി പി ഗോപൻ? അങ്ങേക്ക് പോലും ഉറപ്പില്ല കടകംപള്ളി ഇതിൽ വരില്ല എന്നുള്ള കാര്യം. ഞാൻ പറയാതിരിക്കുകയല്ല സർ, ഞാൻ പറയാതിരിക്കുകയല്ല, ഞാൻ കൃത്യമായിട്ട് പറയാം. CPIM-മായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൻ്റെ ചുമതലകൾ അല്ലെങ്കിൽ ആരാധനാലയത്തിൻ്റെയോ ദേവസ്വം ബോർഡിൻ്റെയോ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളവർ ഏതെങ്കിലും തരത്തിലുള്ള അറിഞ്ഞുകൊണ്ടൊരു അപകടത്തിൽ ചാടുമെന്ന് ഞങ്ങൾ ആരും കരുതുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. CPIM ആവർത്തിച്ച് പറയുന്ന കാര്യം അതാണ്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ കിടക്കുകയാണ്. നിങ്ങളിവിടെ ഈ സോണിയാഗാന്ധി ഇതിൻ്റെ പങ്ക് പറ്റിയെന്ന് CPIM ഇതുവരെ ആക്ഷേപിച്ചിട്ടില്ല, ഫോട്ടോ വെച്ച് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ പ്രശ്നം എന്താണ്? ഞങ്ങൾ ആ പറയുന്നതിനെ നിങ്ങൾ തിരുത്തി കൊണ്ടുപോവുകയാണ്. പോറ്റിയെ കയറ്റിയത് ആരെ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഞങ്ങളല്ല. 2004 പോറ്റി കയറുമ്പോൾ അത് കണ്ഠര് രാജീവരുടെ സഹായിയായിട്ട് കയറുന്നു. അന്ന് രാമൻ നായർ ആദ്യത്തെ കോൺഗ്രസും പിന്നത്തെ BJP-യാണ്, അദ്ദേഹമാണ് കയറ്റിയത്. പിന്നീട് അവിടെ വരുന്നത് ഗോവിന്ദൻ നായരാണ്. പിന്നീട് അവിടെ വരുന്നത് പ്രയാർ ഗോപാലകൃഷ്ണനാണ്. പ്രയാർ ഗോപാലകൃഷ്ണൻ അവിടുത്തെ നിത്യ സന്ദർശകനായിരുന്നു പോറ്റിയുടെ വീട്ടിലെ. പ്രയാർ ഗോപാലകൃഷ്ണൻ കുറെ അക്ഷരം മിണ്ടിയതുവരെ പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു അവിടെ. ആ സമയത്താണ് ശബരിമല സ്ത്രീ പ്രശ്ന സമരം നടക്കുമ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണന്റെ വലങ്കൈയാണ് ഇദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി, ഹൈക്കമാൻഡുമായിട്ട് ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോ, നമ്മൾ പലതവണ ചർച്ച ചെയ്തതാ. ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, ഭണ്ഡാരി, അടൂർ പ്രകാശ്, ആന്റോ ആന്റണി ഒരേ ഫ്രെയിമിൽ ഒന്നിലധികം തവണ. അപ്പോഴും ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരവില്ല. ഒരു വലിയ സമ്മാനപൊതിയാണ്, അതെന്താന്ന് പറയുന്നില്ല, അതെന്താന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പ്രയാർ ഗോപാലകൃഷ്ണൻ ഒരു അക്ഷരം മിണ്ടിയില്ലെന്ന് പറഞ്ഞാൽ പ്രയാർ മരിച്ചുപോയില്ലേ പി കെ ഗോപൻ? അദ്ദേഹം അങ്ങനെ മിണ്ടുക? പ്രയാർ മിണ്ടിയില്ലെന്നല്ല പറഞ്ഞു. പ്രയാർ മരിച്ചുപോയവരെ കുറിച്ച് നിങ്ങൾക്ക് തർക്കമില്ലയോ സാർ? മരിച്ചുപോയവർ ഈ കേസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തർക്കമില്ലേ? അങ്ങ് പറഞ്ഞു പ്രയാർ ഗോപാലകൃഷ്ണൻ അക്ഷരം മിണ്ടിയില്ലെന്ന് പറഞ്ഞു. മരിച്ചുപോയാൽ അല്ല, തന്ത്രിയുടെ വീട്ടിൽ തന്ത്രി വന്നപ്പോൾ തന്ത്രിയെ കുറിച്ച് ആക്ഷേപമില്ല. ഇത് ഏറ്റവും വലിയ കൊള്ളയുടെ ഉറവിടം കിടക്കുന്നത് ഞാൻ ഈ ചർച്ചയിൽ ഞങ്ങൾ പലരും, ഞാൻ പ്രത്യേകിച്ചും മാസങ്ങളായി നടക്കുന്ന ചർച്ചയിൽ ഇത്തരം തെളിവുകളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ ചാനലിൻ്റെ ഫ്ലോർ ഉൾപ്പെടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 98 മുതലുള്ള അന്വേഷണം നടത്തേണ്ടി വരും. ഇപ്പം ശ്രീ രാജീവ് നായർ കോടതിയെക്കുറിച്ച് പറഞ്ഞെന്താ? കോടതിയിലെ സിംഗിൾ ബെഞ്ചിൻ്റെ ഈ കേസ് കേൾക്കാത്ത സിംഗിൾ ബെഞ്ചിനെ കുറിച്ചുള്ള അഭിപ്രായം, സിംഗിൾ ബെഞ്ചിൻ്റെ അഭിപ്രായവും ഈ കേസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം SIT കൊടുത്ത സർട്ടിഫിക്കറ്റ് എന്തുവാ? കേസിൽ അന്വേഷണത്തിൽ ലാഗ് ചെയ്യുന്നു എന്നാണോ പറഞ്ഞേ? ഏറ്റവും മികച്ച പെർഫോമൻസ് ആയിട്ടാണ് ബഹുമാന്യ ഹൈക്കോടതി SIT നിരീക്ഷിച്ചിട്ടുള്ളത്. മാത്രമല്ല, മാധ്യമങ്ങളെ എടുത്ത് SIT ഈ ഹൈക്കോടതി നല്ലതായിട്ട് കൊടയുകയും ചെയ്തു. നിങ്ങൾ അനാവശ്യമായി ഇതിനകത്ത് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ പാടില്ല, നിങ്ങളുടെ നരേഷൻ പാടില്ല എന്നും കോടതി പറഞ്ഞ് നിങ്ങളത് പരമാവധി ഒളിക്കാൻ ശ്രമിച്ചു, അത് ശരിയാണ്. പക്ഷേ ഹൈക്കോടതി ഈ ടീമിനെ അംഗീകരിച്ചു എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി ഞാൻ പറയാം. 2 പേരെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു, കൂട്ടിച്ചേർക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു CPM-കാരെ കൊണ്ടുവരാൻ പോവുകയെന്ന്. ഹൈക്കോടതി പറഞ്ഞ നിരീക്ഷണം ഉണ്ടല്ലോ. ഹൈക്കോടതി പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിട്ടാണ്, ഞങ്ങൾക്ക് വിശ്വാസമുള്ളവരെയാണ് എടുക്കുന്നത്, നിങ്ങൾ അതിനകത്ത് രാഷ്ട്രീയം ചെലുത്തണ്ട എന്ന് ബഹുമാന്യ ഹൈക്കോടതി പറഞ്ഞു. അപ്പോൾ SIT-യെ പൂർണ്ണ ശരിയായ തോതിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടതും ഈ കേസ് കൃത്യമായിട്ട് നടന്നു പോകുന്നതും. അതിന്റെ പേരിൽ ദേവസ്വം മന്ത്രിയായിരുന്ന ആളിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു പരത്താൻ പരിശ്രമിക്കുമ്പോൾ ഇതിന്റെ യഥാർത്ഥ കക്ഷികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ആൾക്ക് അവിടെ വിളയാടാൻ അവസരം ലഭിച്ചത് കോൺഗ്രസ് രാഷ്ട്രീയ നേതൃത്വമായിട്ടും കോൺഗ്രസ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുമായിട്ടുള്ള ബന്ധമാണെന്ന് സുവ്യക്തമായി തെളിഞ്ഞിരിക്കെ, ക്രിസ്റ്റൽ ക്ലിയറായി തെളിഞ്ഞിരിക്കെ, അദ്ദേഹം തന്നെ പറഞ്ഞ വാദം ഞാൻ എടുക്കാം. ഒരു വീട്ടിൽ പോയി എന്ന കാരണം കൊണ്ട് ഞങ്ങൾക്ക് ആക്ഷേപമില്ലെങ്കിൽ കടകംപള്ളിക്കെതിരായിട്ട് അങ്ങനെ ഒരു ആക്ഷേപം നിങ്ങൾക്ക് ഉന്നയിക്കാൻ അവകാശമില്ല. കാരണം കടകംപള്ളി എന്തെങ്കിലും സമ്മാനം വാങ്ങിക്കുന്നതായിട്ടൊരു ചിത്രം വന്നിട്ടില്ല.
കടകംപള്ളിയുടെ കൂടെ ഇത്തരം ആളുകളെല്ലാം കൂടെ ചേർന്ന് ഒരു ബന്ധം നടത്തുന്നതായിട്ട് ചിത്രം വന്നിട്ടില്ല. മറിച്ച് ആർക്കും പ്രവേശിക്കാൻ ഒരുപാട് തവണ ആലോചിക്കേണ്ടി വരുന്ന വലിയ ടൈറ്റ് സെക്യൂരിറ്റി ഉള്ള ഒരു അഖിലേന്ത്യാ നേതാവിൻ്റെ വീട്ടിൽ പലതവണ ചെല്ലാൻ അവസരം കിട്ടുന്നത് കോൺഗ്രസ് നേതൃത്വം ആകെ ഇടപെട്ടിട്ടാണ്. പാർലമെന്റ് മെമ്പറും MLAയും പിന്നെ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും ഒക്കെ ഇടപെട്ടിട്ടാണ് അതിന് ചാൻസ് കിട്ടുന്നത്. അപ്പോൾ ആ തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പൊളിറ്റിക്കൽ റിലേഷൻ ആയിട്ടുമായിട്ടാണ്. ഓക്കെ, പക്ഷേ സോണിയാഗാന്ധി ഈ കേസിൽ പ്രതിയല്ല, അടൂർ പ്രകാശ് ഈ കേസിൽ പ്രതിയല്ല, ആന്റോ ആന്റണി ഈ കേസിൽ പ്രതിയല്ല, മറ്റാരും പ്രതിയല്ല. പ്രതികളാരാണ്? പ്രതികൾ ഇപ്പോഴും അങ്ങയുടെ CPM-ന്റെ 12 ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കുന്നത് പത്മകുമാർ അടക്കമാണ്. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയാണ് അകത്ത് കിടക്കുന്നത്. ഞാൻ അങ്ങയിലേക്ക് എത്താം. ശ്രീ PK ഗോപൻ, അങ്ങ് രാഷ്ട്രീയമായത് പറയാൻ ബാധ്യസ്ഥനാണല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.